മികച്ച ഭാവി സ്വപ്നം കണ്ട് കുടിയേറുന്നവർക്ക് കനത്ത ഇരട്ടടി സമ്മാനിച്ചിരിക്കുകയാണ് കാനഡ. ഇമിഗ്രേഷൻ ബോർഡർ കൺട്രോൾ നയത്തിൽ കാര്യമായ മാറ്റം കൊണ്ടുവരാൻ കാനഡ തയ്യാറെടുക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കനേഡിയൻ ഗവൺമെന്റ് രാജ്യത്തിന്റെ അതിർത്തികളിൽ ഫ്ലാഗ് പോളിംഗ് അവസാനിപ്പിക്കുകയാണ്. ഈ മാറ്റം കനേഡിയൻ അതിർത്തി സുരക്ഷയുടെ വിപുലമായ ഓവർഹോളിന്റെ ഭാഗമാണെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇത് സഞ്ചാരികൾക്കും കുടിയേറ്റക്കാർക്കുമുള്ള പ്രക്രിയ നവീകരിക്കാനും കാര്യക്ഷമമാക്കാനും വഴിയൊരുക്കുമെന്നാണ് കാനഡ അറിയിച്ചിരിക്കുന്നത്. പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്നതിനാൽ അതിർത്തി കടക്കലുകളുടെയും ഇമിഗ്രേഷൻ നടപടികൾ ക്രമങ്ങളുടെയും ശക്തമായി നിരീക്ഷിക്കുമെന്നാണ് കാനഡ അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ US അതിർത്തിയിൽ ശക്തമായ നിരീക്ഷണവും സുരക്ഷാ നടപടികളും നടപ്പിലാക്കാൻ കാനഡ ഒരുങ്ങുകയാണെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് കാനഡ പുതിയ നീക്കം നടത്തിയിരിക്കുന്നത്. രാജ്യാന്തര സംഘടിത കുറ്റകൃത്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള സംയുക്ത സ്ട്രൈക്ക് ഫോഴ്സ് ഉൾപ്പെടെയുള്ള സുരക്ഷാ നടപടികൾ നടപ്പിലാക്കാനാണ് കാനഡ ഒരുങ്ങുന്നത്. ഇതിന് പിന്നാലെയാണ് കാനഡയുടെ അതിർത്തികളിലെ ഫ്ലാഗ് പോളിംഗ് അവസാനിപ്പിക്കുകയാണെന്ന് കാനഡ അറിയിച്ചിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഏറെ ഉപകാരപ്രദമായ ഫ്ലാഗ് പോളിംഗ് പദ്ധതിയാണ് കാനഡ നിർത്തലാക്കിയത്. അതിർത്തികളിൽ വിദേശ പൗരന്മാർക്ക് ലഭ്യമായിരുന്ന ബിരുദാനന്തര വർക്ക് പെർമിറ്റാണ് കാനഡ അവസാനിപ്പിച്ചിരിക്കുന്നത്. കാനഡയിലെ താൽക്കാലിക താമസക്കാർ ജോലിക്കോ പഠനാനുമതിക്കോ ഓൺലൈനായി അപേക്ഷിക്കുന്നതിലെ കാലതാമസം മറികടക്കാനാണ് ഈ സൗകര്യം ഉപയോഗിച്ചിരുന്നത്. ബിരുദാനന്തര പഠനം പൂർത്തിയാക്കുന്നവരെ വേഗത്തിൽ വർക്ക് പെർമിറ്റ് നേടാൻ സഹായിക്കുന്ന രീതിയായിരുന്നു ഫ്ലാഗ് പോളിംഗ് സംവിധാനം. ഈ സംവിധാനത്തിലൂടെ ഒരു വിസയ്ക്ക് അപേക്ഷ നൽകുന്നതിനായി കാനഡയുടെ അതിർത്തിയിൽ നിന്ന് പുറത്തു കടക്കുകയും അതേ ദിവസം തന്നെ തിരികെ പ്രവേശിക്കാനും സാധിക്കും. ഫ്ലാഗ് പോളിംഗ് നിർത്തുന്നതോടെ വ്യക്തികൾ ഇപ്പോൾ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കായി മറ്റു രീതികൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിൽ ഓൺലൈൻ അപേക്ഷകളും നിയുക്ത ഇമിഗ്രേഷൻ ഓഫീസുകളിൽ ഷെഡ്യൂൾ ചെയ്ത അപ്പോയിന്റ്മെന്റുകളും ഉൾപ്പെട്ടേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫ്ലാഗ് പോളിംഗിനായി അതിർത്തികളിലേക്ക് എത്തുന്നവർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സമയം നഷ്ടമുണ്ടാക്കുന്നതായി കാനഡയുടെ ഇമിഗ്രേഷൻ, റെഫ്യൂജി ആൻഡ് സിറ്റിസൺഷിപ്പ് മന്ത്രാലയം പറയുന്നു. ഫ്ലാഗ് പോൾ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് കൂടുതൽ പ്രാധാന്യമുള്ള എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾക്കും മറ്റ് യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നെന്നും കാനഡ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2023 മാർച്ച് 1 മുതൽ 2024 ഫെബ്രുവരി 29 വരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ യാത്രക്കാരുടെ 4/1 ഫ്ലാഗ് പോൾ ചെയ്യുന്നവരാണെന്നും IRCC വ്യക്തമാക്കി. സാധാരണയായി ബിരുദാനന്തര പഠനം പൂർത്തിയായി 90 ദിവസം കഴിയുമ്പോൾ വിദ്യാർത്ഥികളുടെ വിസ അവസാനിക്കും. എന്നാൽ അതിനു മുൻപ് വർക്ക് പെർമിറ്റിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ രേഖ ഉപയോഗിച്ച് പെർമിറ്റ് ലഭിക്കുന്നവരെയും ജോലി ചെയ്യാൻ സാധിക്കും. പെർമിറ്റിനുള്ള നടപടികൾ പൂർത്തിയാക്കുന്ന പക്ഷം അപേക്ഷകന് പെർമിറ്റ് ഇമെയിലായി ലഭിക്കും. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ബിരുദാനന്തര ബിരുദത്തിന് ശേഷം വർക്ക് പെർമിറ്റിന് അപേക്ഷിച്ചവരുടെ ആകെ എണ്ണത്തിൽ 20% പേരും ഫ്ലാഗ് പോളിംഗിന് ശ്രമിച്ചതായാണ് കണക്കുകൾ. അതേസമയം വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥി സമൂഹം രാജ്യത്തിന്റെ തൊഴിൽ മേഖലയ്ക്ക് നൽകുന്ന സംഭാവനകളെക്കുറിച്ച് തങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് പെർമിറ്റ് നൽകുന്നതിനുള്ള നടപടികൾ കൂടുതൽ സുഗമമാക്കാൻ ശ്രമിക്കുമെന്നും കനേഡിയൻ ഭരണകൂടം അറിയിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും മറ്റുമായി ചെലവഴിക്കേണ്ടി വരുന്ന സമയമാണ് ഫ്ലാഗ് പോളിംഗ് ചെയ്യുന്നവർക്ക് വേണ്ടി നഷ്ടപ്പെടുന്നതെന്നും അത് അനാവശ്യമാണെന്നും കാനഡയുടെ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ പറയുന്നു. ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്ന സമയനഷ്ടം കണക്കിലെടുത്ത് രാജ്യത്തിന്റെ 12ഓളം അതിർത്തികളിൽ ഫ്ലാഗ് പോളിംഗ് നടപടികൾക്കുള്ള സമയം വെട്ടിക്കുറച്ചിരുന്നു. കൂടാതെ വർക്ക് പെർമിറ്റിനുള്ള ഓൺലൈൻ അപേക്ഷകൾക്കും മറ്റുമുള്ള കാലതാമസം കുറയ്ക്കുന്നതിനുമുള്ള നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. പുതിയ തീരുമാനത്തിലൂടെ യാത്രക്കാരുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുകയും കാനഡയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള വാണിജ്യ ചരക്കുകളുടെ നീക്കം വേഗത്തിലാക്കുകയും ചെയ്യുമെന്ന് ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പ്രതീക്ഷിക്കുന്നു.